ഈ രാശിക്കാരാണോ? തൊടുന്നതെല്ലാം പൊന്നാകും. ഫെബ്രുവരി 6 മുതൽ ഗജകേസരി യോഗം. എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി മാറ്റത്തിനും സവിശേഷമായ സ്ഥാനമാണ് ജ്യോതിഷത്തിൽ കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും കാലാകാലങ്ങളിൽ രാശി മാറും എന്നാണ് ജ്യോതിഷത്തിൽ വിവക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ സ്വാധീനം എല്ലാ രാശിക്കാരിലും പ്രകടമായി കാണാകും. ഗ്രഹങ്ങളുടെ ഈ രാശി മാറ്റത്തെ സംക്രമണം എന്നാണ് ജ്യോതിഷികൾ വിശേഷിപ്പിക്കുന്നത്. ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം വലിയ നേട്ടങ്ങളായിരിക്കും സമ്മാനിക്കുക. എന്നാൽ മറ്റു ചില രാശിക്കാരെ സംബന്ധിച്ച് ഇത് വിപരീത അനുഭവങ്ങൾ വരുത്താൻ ഇടയാകും. ജ്യോതിഷത്തിൽ ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളിലൊന്നാണ് വ്യാഴം. ഗ്രഹങ്ങളുടെ ഗുരു എന്ന് അറിയപ്പെടുന്ന വ്യാഴത്തെ ദേവഗുരു ബൃഹസ്പതിയുടെ പ്രതീകമായാണ് കണക്കാക്കി വരുന്നത്. വ്യാഴത്തിന് രാശി മാറാൻ ഒരു വർഷത്തെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് ഒരു രാശിയിലേക്ക് തിരിച്ചെത്താൻ 12 വർഷത്തെ സമയം വേണം. ഇതിനെയാണ് വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. നിലവിൽ ഇടവം രാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിൽ ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിക്കും. ഫെബ്രുവരി 6 പുലർച്ചെ 2:15 മണിന്നാണ് ചന്ദ്രൻ ഇടവ രാശിയിൽ പ്രവേശിക്കുന്നത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട രാജയോഗങ്ങളിൽ ഒന്നായ ഗജകേസരി രാജയോഗം രൂപപ്പെടും. 12 രാശിക്കാരിലും ഗജകേസരി രാജയോഗത്തിന്റെ പ്രതിഫലങ്ങൾ കാണാനാകും. എന്നാൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ അനിതര സാധാരണമായ നേട്ടങ്ങളായിരിക്കും ഇതുവഴി ഉണ്ടാകാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ ഭാഗ്യരാശികൾ എന്ന് നോക്കാം. കർക്കടകം. ഇടവം രാശിയിലെ വ്യാഴം ചന്ദ്രൻ സംയോഗത്തിലൂടെ രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗം കർക്കടകം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഈ രാശിയുടെ 12ാം ഭാവത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടുക. ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വന്തമായൊരു വീട് എന്ന ആഗ്രഹം പൂവണിയും. പുത്തൻ വീട്ടിൽ ആഡംബര ജീവിതമാണ് ഇവരെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മികച്ചതാകും. ചിങ്ങം. ഇടവം രാശിയിലെ വ്യാഴം ചന്ദ്രൻ സംയോഗത്തിലൂടെ രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗം ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. തൊടുന്നതെല്ലാം പൊന്നാകും. ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ടാകും. സ്വർണം പോലെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തും. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യം സ്ഥിരമായിരിക്കും. പ്രണയബന്ധം വിവാഹ ജീവിതത്തിലേക്ക് വഴിമാറും. തുലാം. ഇടവം രാശിയിലെ വ്യാഴം ചന്ദ്രൻ സംയോഗത്തിലൂടെ രൂപപ്പെടുന്ന ഗജകേസരി രാജയോഗം തുലാം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. ഈ രാശിയുടെ 9ാം ഭാവത്തിലാണ് ഗജകേസരി രാജയോഗം രൂപപ്പെടുന്നത്. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടം കൊയ്യാം.